Now we are going to discuss a very important topic, cash flow statements. Cash flow statements. അപ്പം ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ഇത് മിക്കവാറും എക്സാമില് ചോദിക്കാറുണ്ട്. വളരെ റെയർ ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാതെ അക്കൗണ്ട്സ് 1 ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തുള്ളൂ. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മൾ കമ്പനി ലോയിൽ പഠിച്ചു. What do you mean by financial statement? What all items are included therein? Trading profit and loss account, balance sheet, cash flow statement, change in equity, and explanatory notes. So one of the important parts of this financial statement is cash flow statement. What is the necessity of this cash flow statement, or why cash flow statement is required to be prepared? പിന്നെ നമ്മൾ കണ്ടു ചില എൻറ്റിറ്റീസ് ഒന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ട എന്നുള്ളത് കണ്ടു. സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി, സബ്ജക്ട് ടു സർട്ടൺ തിങ്സ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ എല്ലാ എൻറ്റിറ്റിക്കും ഇത് കമ്പൽസറി അല്ലതാനും, ബട്ട് ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി യൂസേഴ്സ് ഫോർ ദെയർ ഇൻഫോംഡ് ജഡ്ജ്മെന്റ്സ്. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റ്, എന്താണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം, അല്ലെങ്കിൽ എന്തിനാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനും കൂടി അഡീഷണലി വേണമെന്ന് പറയുന്നത്? ബിക്കോസ് എനിവേ ദ കമ്പനി ഈസ് പ്രിപ്പയറിംഗ് ഇറ്റ്സ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്രം വെയർ you can get or you can find out the profit earned during the year, and also from balance sheet position of assets and liabilities are available. ഇനി നമ്മുടെ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരുന്നത്. വാട്ട് ഈസ് അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ഇൻകം ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് യു ഏൺ ദാറ്റ് ഇൻകം, ആൻഡ് സിമിലർലി എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് യു ഇൻകർ ദാറ്റ് എക്സ്പെൻസസ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം വൈൽ പ്രിപ്പയറിംഗ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, received as well as receivable incomes നമ്മൾ എടുക്കാറുണ്ട്. Similarly, paid and also payable expenses you will be considering. അതുപോലെ accrued but not due, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ആ പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഐറ്റത്തിനെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എക്സാക്ട്ലി റിസീവ് ചെയ്ത ക്യാഷ്, എക്സാക്ട്ലി പേ ചെയ്ത ക്യാഷ് ആയിരിക്കണം എന്നില്ല. അല്ല, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് സെയിൽസ് കാണാറുണ്ട്. അല്ലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ സെയിൽസ് എടുക്കുമ്പം ആ സെയിൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വിറ്റ് ക്യാഷ് കിട്ടിയതാണോ എന്ന് നിർബന്ധമുണ്ടോ? നോട്ട് നെസസറി. സം പാർട്ട് ഓഫ് ദി സെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്ത് കാണും എമൗണ്ട് ആയിട്ട്. റിമൈനിങ് പാർട്ട് ഓഫ് സെയിൽസ് ഹെഡ് ടു ബി കളക്റ്റഡ് ആയിരിക്കാം. അതുപോലെയാണ് നമ്മുടെ പർച്ചേസസിന്റെ മറ്റു കാര്യങ്ങൾ, പേയ്മെന്റ്സ്. എക്സ്പെൻസ് സൈഡിലുള്ള എല്ലാം ഒന്നും നമ്മൾ പേ ചെയ്തായിരിക്കണമെന്നില്ല. ദർ മേ ബി ചാൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്. അതേപോലെ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്തത് കാണും, പ്രീപേയ്മെന്റ്സ്. അപ്പം ഓൾ ദീസ് ഐറ്റംസ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ് ടു നോ അബൌട്ട് ദി ക്യാഷ് പൊസിഷൻ. അപ്പൊ നമുക്ക് ക്യാഷ് എങ്ങനെയൊക്കെ വന്നു, എങ്ങനെയെല്ലാം പോയി എന്നുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കിപ്പോ ഒരാളുടെ എക്സാമ്പിൾ എടുക്കാം. അയാള് നന്നായിട്ട് പഠിച്ചു, ഒരു വ്യക്തിയുടെ എക്സാമ്പിൾ, വൺ മിസ്റ്റർ രമേശ്. ഈ രമേശ് എന്ന് പറഞ്ഞ ആള് നന്നായിട്ട് പഠിച്ചു, പാസ്സായി, നല്ല ജോലി മേടിച്ചു. അയാൾക്ക് മന്ത്ലി 1 lakh പ്ലസ് സാലറി ഉണ്ട്. ഓക്കെ, അത് നോക്കുമ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ഓക്കെ, കൊള്ളാം, അയാള് ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും, ഒറ്റയടിക്ക് പറയാം. പക്ഷേ വേറെ ചില കാര്യങ്ങളും കൂടെ നോക്കിയാൽ മാത്രമേ അയാൾക്ക് ഈ 1 lakh സാലറി കിട്ടുന്നുണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. എന്താണ് നോക്കേണ്ടത് ഇതിനകത്ത്? അയാൾ ഈ എമൗണ്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ഇയാൾക്ക് 1 lakh കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ 1,50,000 ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. കടം മേടിക്കുന്നു, അയാൾക്ക് ചില ദുശീലങ്ങളുണ്ട്, മദ്യപാനുണ്ട്, മറ്റ്. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഉള്ള കേസിൽ അയാൾ ഈ 1 lakh കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ആര്, എന്ത്, ഏത് എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അയാൾക്ക് എത്ര സാലറി ഉണ്ടെന്ന് മാത്രമല്ല നമ്മൾ അവിടെ നോക്കുന്നത്. ശരിയല്ലേ? അയാൾക്ക് എത്ര, അല്ല, ഇപ്പം നിങ്ങൾക്കറിയാം
ഇപ്പം ഒരാളുടെ ഇപ്പം ഒരു കല്യാണാലോചന നടക്കുന്നു. കല്യാണാലോചന നടക്കുമ്പം ഒരാളെ കുറിച്ചുള്ള ഇപ്പം മെയിൻ ആയിട്ട് നോക്കുന്നല്ലേ അയാൾക്ക് ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടോ, സാലറി ഉണ്ടോ, അത് മാത്രം നോക്കിയാൽ മതിയോ? പോരാ. അയാളുടെ സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ രീതിയിൽ അല്ല ഈ എമൗണ്ട് വെറുതെ കളയുന്ന ആളാണോ, അമിതമായിട്ട് ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരാള് എത്രത്തോളം ജീവിതത്തിൽ വിജയിക്കാൻ ചാൻസ് ഉള്ള ആളാണ്, അല്ലെ ആൾ എന്താണ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിനകത്തും. ജസ്റ്റ് ബൈ സീയിങ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അലോൺ, or just by seeing the balance sheet alone, or even if 2-3 years profit and loss account, 2-3 years balance sheet, just by seeing that alone you cannot come to a conclusion that oh, okay, everything is good. അങ്ങനെ നമുക്ക് എത്താൻ പറ്റില്ല. സോ ഫോർ ദാറ്റ് എങ്ങനെയാണ് അവർക്ക് ക്യാഷ് വരുന്ന രീതി, ഏതെല്ലാം റൂട്ടിൽ നിന്ന് അവർക്ക് ക്യാഷ് വരുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്രയൊക്കെ അവർ സേവ് ചെയ്യുന്നുണ്ട്, അൺനെസസറി സ്പെൻഡിങ് ഉണ്ടോ, ഇതെല്ലാം അവിടെ അനലൈസ് ചെയ്യേണ്ടി വരും. So for that, cash flow statement is required. So exactly what is a cash flow statement? It is a statement which discloses the inflow and outflow of cash in a business. ഒരു ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് അവരിലോട്ട് വരുന്ന ക്യാഷും, ദാറ്റ് മീൻസ് വാട്ട് ഇസ് ഇൻഫ്ലോ, അവരിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ക്യാഷും, ദാറ്റ് ഇസ് ഔട്ട്ഫ്ലോ. അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അവർ അതിനകത്ത് പ്രസന്റ് ചെയ്യും. അതിൽ തന്നെ ആക്ടിവിറ്റീസിനെ വളരെ നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദർ ആർ 3 types of activities: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ടൈപ്പ് ആക്ടിവിറ്റി ആൻഡ് ഫൈനാൻസിങ്. ഇതിനകത്ത് എല്ലാം ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അവർ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിലെ മെയിൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിംപ്ലി അങ്ങനെ മനസ്സിലാക്കുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇസ് ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ഇപ്പം ഒരു സ്റ്റേഷനറി ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്ത് സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്നു, അല്ല വിൽക്കാനുള്ള സ്റ്റേഷനറികൾ വേറെ ഒരു സ്ഥലത്ത് പോയി ബൈ ചെയ്യുന്നു, പിന്നെ സ്റ്റേഷനറി വിറ്റ് ക്യാഷ് കളക്ട് ചെയ്യുന്നു. കാരണം ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാഷ് വന്നതും പോയതും മാത്രമാണ് ഇതിനകത്ത് എടുക്കുന്നത്. ഓരോരോ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് ക്യാഷ് കംസ് ഇൻ, ക്യാഷ് ഗോസ് ഔട്ട്, ആ ഒരെണ്ണം മാത്രമാണ്. അൺലൈക്ക് അവരുടെ പി ആൻഡ് എൽ അക്കൗണ്ടുകളുടെ വ്യത്യാസം തന്നെ. പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് ഇപ്പോൾ സ്റ്റേഷനറി ബൈ ചെയ്താൽ ഫുൾ അവിടെ വരും. വെദർ ഇറ്റ് ഈസ് ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്, ബോത്ത് വിൽ അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എ ടോട്ടൽ ഫിഗർ. സിമിലർലി അല്ലെ, പർച്ചേസ് ചെയ്യുമ്പോഴും സെൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബട്ട് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് മാത്രമേ വരത്തുള്ളൂ. സെൽ ചെയ്യുമ്പോൾ ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ട് സെൽ ചെയ്ത് വരത്തുള്ളൂ. പിന്നീട് ക്രെഡിറ്റിൽ വിട്ടതിന്റെ കളക്ഷൻ അവർ പേ ചെയ്യുമ്പോൾ അത് ഏത് പീരീഡിലാണോ അത് പേ ചെയ്ത് ആ പീരീഡിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും. അതുപോലെ നമ്മൾ ക്രെഡിറ്റിൽ ബൈ ചെയ്തത് ഏത് പീരീഡിലാണോ നമ്മൾ അതിന്റെ ക്യാഷ് കൊണ്ട് അടയ്ക്കുന്നത് ആ പീരീഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ അതൊരു ഔട്ട്ഫ്ലോ ആയിട്ട് വരും. സോ ദീസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി, മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി like sale, purchases, wages paid, salary paid, rent paid, advertisement charges paid. ഇത്തരത്തിലുള്ള നോർമൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എഴുതുന്നത്. പിന്നെ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ എമൗണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നമ്മൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ട്. ഔട്ട്ഫ്ലോയെ കുറിച്ച് ആദ്യമേ പറയാം. ഇപ്പം ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യും, ഇറ്റ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. 1 lakh കൊടുത്തിട്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഷെയർ നിങ്ങളുടെ സ്ഥാപനം 1 lakh കൊടുത്ത് ബൈ ചെയ്യുന്നു. ഇറ്റ് ഇസ് ആൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഔട്ട്ഫ്ലോ ഓഫ് 1 lakh rupees. Then ഇൻഫോസിസ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ്, അറൌണ്ട് 50,000 ഡിബഞ്ചേഴ്സ് വീണ്ടും ബൈ ചെയ്യുന്നു ക്യാഷ് കൊടുത്ത്. സോ ദാറ്റ് ഇസ് അഗെയിൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഔട്ട്ഫ്ലോ. 50,000 നിങ്ങൾ പേ ചെയ്തു. അതേപോലെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് നമ്മളൊരു ജോയിന്റ് വെഞ്ചറിൽ ചേരുന്നു. ഇപ്പം ഒരു നിയർ ആയിട്ട് ഉള്ള വേറൊരു സ്ഥാപനമുണ്ട്. ദാറ്റ് എൻറ്റിറ്റി ആൻഡ് യുവർ എൻറ്റിറ്റി ആർ ജോയിന്റ്ലി ഡൂയിങ് സം ബിസിനസ്. ഫോർ ദാറ്റ് യു ആർ ഇൻവെസ്റ്റിംഗ് എ 75,000 rupees amount. ഇറ്റ് ഈസ് അഗെയിൻ ആൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഔട്ട്ഫ്ലോ. അതുപോലെ നിങ്ങൾ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു.
ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ. ക്യാഷ് പോയെങ്കിലേ ഉള്ളൂ കേട്ടോ, ഇതെല്ലാം ക്യാഷ് ആയിട്ട് പോയെങ്കിൽ. ദെൻ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി ക്യാഷ് മാത്രമല്ല, ചെക്കായിട്ട് പോകുന്ന കേസിലൊക്കെ ഇതിനകത്ത് വരാം. ദെൻ building constructed again is an outflow, investing activity outflow. Machinery purchased, investing activity outflow. Furniture purchased, investing activity outflow. Any furniture sold and cash received, investing activity inflow another. Reliance Industries Limited shares sold by us and got amount back, investing activity inflow. അപ്പോൾ ഇതാണ് ബ്രീഫ്ലി വാട്ട് ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇനി എന്താണ് അടുത്ത വേറൊരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫൈനാൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് രണ്ടെണ്ണം വന്നു, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ആൻഡ് അനദർ വൺ ഈസ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ കാണാറുണ്ട് അല്ലെ, ഫൈനാൻസ്, ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങൾ അതിനെ കാണാറുണ്ട്. എന്താണ് ഈ ഫൈനാൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഫൈനാൻസ് ആവശ്യമാണ്. You need finance to do your business. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പണം ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നു, എടുത്തോണ്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. These are the inflow and outflow. For take some examples. Let us discuss some examples. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. എന്തിനാ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? ഫണ്ട് മൊബിലൈസ് ചെയ്യാനാണ്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ്. So amount realized or proceeds received on issue of equity shares is financing activity inflow. Debentures issue, the proceeds realized by issuing debentures, again financing activity inflow. Then debentures നിങ്ങൾ redeem ചെയ്യുന്നു. എന്താണ് redeem ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സിന്റെ പൈസ തിരിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഡിബഞ്ചേഴ്സ് മേടിച്ച് ക്യാൻസൽ ചെയ്യുന്നു. So that is what is redemption. So proceeds related to redemption of debentures is an outflow, financing activity outflow. അല്ല, ലോൺ, ബാങ്കിൽ നിന്ന് ലോങ് ടേം ലോണോ ഷോർട്ട് ടേം ലോണോ ഏത് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ഫൈനാൻസിങ് ആക്ടിവിറ്റി ഇൻഫ്ലോ ആണ്. ലോൺ റീപെയ്ഡ്, ഫൈനാൻസിങ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ. അപ്പം 3 രീതിയിൽ ക്യാഷ് വരുകയോ പോവുകയോ ചെയ്യാം. ഐദർ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ, ഓർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ, ഓർ ഇറ്റ് ഈസ് ഫൈനാൻസിങ് ആക്ടിവിറ്റി ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ദീസ് ആർ ദ 3 ഡിഫറെന്റ് പോസിബിലിറ്റീസ്. ഈ മൂന്ന് ഐറ്റം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള. ഇറ്റ് ഈസ് ആക്ച്വലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ഓൾസോ. നിങ്ങൾക്ക് ഇനി ഇന്റർമീഡിയറ്റ് ലെവലിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ അതിന്റെ ഒരു മൂന്നാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇടുന്നത് AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇങ്ങനെ ആക്ടിവിറ്റീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയൊക്കെ ക്യാഷ് വന്നു, എങ്ങനെയൊക്കെ പോയി എന്നുള്ളത്. പിന്നെ നമ്മൾ അതിന്റെ ഓപ്പണിംഗ് ക്യാഷ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിങ്ങിന്റെ കൂട്ടത്തിൽ വന്നതും പോയതും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലോസിംഗ് കിട്ടണം. ഇവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ ഡിസ്കസ് ചെയ്തു. പ്യുവർ ക്യാഷ് മാത്രമല്ല, ക്യാഷിന് ഈക്വലന്റ് ആയിട്ടുള്ള ബാങ്ക് ബാലൻസും അങ്ങനത്തെ ഒക്കെ ഉള്ളതെല്ലാം ഓപ്പണിംഗ് ഡേറ്റിൽ എത്രയായിരുന്നു ആ എമൗണ്ടിന്റെ ടോട്ടൽ, അത് പ്ലസ് ദീസ് ഐറ്റംസ്, പ്ലസ് ഓർ മൈനസ് ഓഫ് ദീസ് ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഐറ്റംസ്, ദ നെറ്റ് ഫിഗർ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിരിക്കും. സോ അതാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ടു ദി യൂസർ. ഇറ്റ്സ് ആൻ അഡീഷണൽ information for the reader of the financial statement in addition to trading profit and loss account and balance sheet. ചില കമ്പനികൾക്ക് ഇത് വേണ്ടെന്ന് നമ്മൾ കണ്ടു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. Now എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ലേണിംഗ് ഔട്ട്കംസ്. ആഫ്റ്റർ സ്റ്റഡിയിങ് ദിസ് യൂണിറ്റ് you will be able to 1. Define the cash flow statement as per AS3. എന്താണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. Then differentiate operating, investing and financing activities. ഇപ്പൊ ഞാൻ അതിന്റെ ബ്രീഫായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് വരും. ഇപ്പൊ നിങ്ങളുടെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. So differentiate operating, investing and financing activities. Then learn the various elements of cash and cash equivalents. ഇതിനകത്ത് നമ്മൾ ഈ ക്യാഷ് ഈക്വലൻസ് നമ്മൾ ആ വേർഡ് ഓൾറെഡി കണ്ടു ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചപ്പം കമ്പനിയുടെ. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് നമ്മൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. വാട്ട് ഈസ് എക്സാക്ട്, ഈവൻ ക്യാഷിന് പോലും ഇതിനകത്ത് ഡെഫിനിഷൻ ഉണ്ട്. വാട്ട് ഈസ് ക്യാഷ്, what is cash equivalence, അതെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കും. Then prepare how to prepare cash flow statement. അതിനകത്ത് തന്നെ 2 ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. One is direct method and the other one is indirect method. നിങ്ങൾ പ്ലസ് 2 പഠിക്കുമ്പോൾ ഐ തിങ്ക് CBSE ISC സിലബസുകാർക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് അവർ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു.
there is one more method also, that is what is direct method. നമുക്ക് ഇത് രണ്ടും പഠിക്കാനുണ്ട് ഇതിനകത്ത്, both direct as well as indirect method of preparation of cash flow statements. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം ഇപ്പൊ നിങ്ങൾ കമ്പനി ഫൈനൽ അക്കൗണ്ട്സ് ഒരു ആവറേജ് രീതിയിലെങ്കിലും മനസ്സിലായ ആൾക്കാർക്ക് ഇനി ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആയി എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ തരും. ഐ മീൻ ദ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആൻസർ അപ്പൊ നോക്കരുത്, ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ പിന്നീട് ചെക്ക് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഓരോ സെഷൻ ആയിട്ട് ഇടാം, അഡീഷണൽ സെഷൻസ് ഫോർ ഡിസ്കസിങ് ദ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളൊരു 1-2 ബാച്ചുകൾ അങ്ങനെ അഡോപ്റ്റ് ചെയ്തപ്പോൾ അത് കൂടുതൽ കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആയി. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ ടച്ചിലിരിക്കും ഓരോ ചാപ്റ്ററിനകത്ത്. കാരണം പലയിടത്തും അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചാപ്റ്റർ എടുത്ത് അങ്ങ് പോകും, പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞു, അത് ഓൾമോസ്റ്റ് തീർന്നു, അതിന്റെ ആ ഒരു ഏരിയ തീർന്നാണ്. ഇനി അതിനകത്ത് മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ള ഒരു ഏരിയയേ ഉള്ളൂ. സപ്പോസ് നമ്മൾ ഇനി ക്ലാസ് തീരുന്നിടം വരെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താവും? അപ്പൊ നിങ്ങൾ സ്റ്റഡി ലീവിനകത്ത് അത് അന്നേരത്തേക്ക് അത് മറക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഫോർമുല ചോദിക്കുന്നത്. നിങ്ങൾ അത്രയും ചെയ്തതിനകത്ത് ഇടയ്ക്ക് ഫോർമുല ചോദിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകാറുണ്ട്, പക്ഷെ ഒന്ന് ബ്രഷപ്പ് എടുക്കുമ്പോൾ അത് ശരിയാവും. അപ്പം ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ CA പാസ്സാകുന്നതിന് അതിനകത്ത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് മെയിൻ ആയിട്ട് വേണ്ടത്. 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതണം. അത് ഞാൻ ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ പറഞ്ഞാണ്, എസ്പെഷ്യലി തിയറി സബ്ജക്റ്റിന് ഷോർട്ട് നോട്ട്സ്. ഇന്റർമീഡിയറ്റിനകത്ത് അത് കൂടുതൽ തിയറി പേപ്പേഴ്സ് ഉണ്ട്. മാത്രമല്ല തിയറി പേപ്പേഴ്സിനകത്ത് എല്ലാം 30% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQs ഉണ്ട്. അതിന് നെഗറ്റീവ് മാർക്കും ഇല്ല. യു ഹാവ് ടു ആൻസർ ദാറ്റ്, അതർവൈസ് യു വിൽ ബി ആൻസറിങ് ഔട്ട് ഓഫ് 70 ഓൺലി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ഷോർട്ട് നോട്ട് എഴുതി പോകണം. ബ്രീഫായിട്ട് കറക്റ്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ഓരോരോ ചെറിയ ബുക്കുകൾ വെച്ചോളുക. ലൈക്ക് ഇപ്പം അക്കൗണ്ട്സ് 1 അത് വേണ്ട, ദെൻ ലോയിൽ വേണം. ലോയ്ക്ക് നിങ്ങൾക്ക് 2 ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. 1 ഈസ് ഫോർ കമ്പനി ലോ 10 ചാപ്റ്റേഴ്സ്, അനദർ 1 ഫോർ അതർ ലോസ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അത് വേണ്ട. ടാക്സിന് വേണം. ടാക്സിന് 2 നിങ്ങൾക്ക് സെപ്പറേറ്റ് ബുക്ക് വെക്കാം. ഇൻകം ടാക്സ് 1 സ്മോൾ ബുക്ക് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഓർ GST അനദർ ബുക്ക്. അപ്പൊ ഗ്രൂപ്പ് 1-ൽ തന്നെ 4 ചെറിയ ബുക്കുകൾ ഇതിനു വേണ്ട. ആ ബുക്കിന്റെ സൈസിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. ചിലർക്ക് വരയിട്ട് ബുക്കിനകത്ത് എഴുതുന്നത് കാണുമ്പോഴായിരിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്, ചിലർക്ക് വരയില്ലാത്തതായിരിക്കാം, ചിലർക്ക് വല്ല ബൈൻഡേലോ വല്ലതും എഴുതി വെക്കുന്നതായിരിക്കാം. അപ്പൊ ഓരോരുത്തർ ഓരോ രീതിയിൽ. പിന്നെ ചിലർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതായിരിക്കാം. സോ ഇനി മെത്തേഡ് യു ക്യാൻ അല്ല, ഇനിയിപ്പം മൊബൈലൊന്നും ആരും നിയന്ത്രിക്കാൻ പോകുന്നില്ല ഇനിയുള്ള കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ എടുക്കുക. ദെൻ ഗ്രൂപ്പ് 2-നകത്തോട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന് അത് വേണ്ട. ഓഡിറ്റിംഗ് ഡെഫിനറ്റ്ലി. ഓഡിറ്റിങ്ങിനകത്ത് 30 മാർക്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഷോർട്ട് നോട്ടിൽ എഴുതി പോകണം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ അതേപോലെ ഉള്ള പേപ്പറാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എക്കണോമിക്സ്, അതിനില്ല. പിന്നെ ഉള്ള ഇൻഫർമേഷൻ ടെക്നോളജി, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അത് 2 സെപ്പറേറ്റ് പേപ്പേഴ്സ് ആണ്. 50 മാർക്ക്. അവിടെ നിങ്ങൾക്ക് 2 ബുക്ക് മെയിൻ ചെയ്യും. അപ്പൊ ഗ്രൂപ്പ് 2-നകത്ത് നിങ്ങൾക്ക് 3 ബുക്കുകൾ ഇതേപോലെ. അപ്പം ടോട്ടലി 7 ഷോർട്ട് നോട്ട് ബുക്കുകൾ ഉണ്ടായിരിക്കണം. അത് കളയരുത്. എക്സാമിന്റെ അന്നൊക്കെ നോക്കുമ്പോൾ തപ്പി നടന്നു കഴിഞ്ഞിട്ട് കാണാതാകരുത്. അപ്പൊ എക്സാമിന്റെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ മാത്രം പ്രത്യേകം വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കണം. നമ്മുടെ ഇതിനകത്ത് ഇനി നിങ്ങൾ ആ ശീലം പഠിക്കണം കേട്ടോ. യു ആർ ഗോയിങ് ടു ബിക്കം എ പ്രൊഫഷണൽ. നിങ്ങൾ എത്ര ആൾക്കാർ സ്വന്തമായിട്ട് ഓഫീസ് ഇടാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല. ചിലർക്ക് എംപ്ലോയ്മെന്റിൽ പോകാനായിരിക്കും താല്പര്യം, സ്വന്തമായിട്ട് ഓഫീസ് ഇടാൻ താല്പര്യമുള്ള. ഇപ്പൊ കൂടുതൽ ആൾക്കാർ അതിലോട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് വർക്കുകൾ വരുന്നു. കേരളത്തിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ അങ്ങനെ അത്ര ഭയങ്കര ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ല. എന്താണെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കേരളത്തിനും പറ്റത്തില്ല. ഭാവിയിൽ ഇവിടെ അദാനിയും അംബാനിയും മറ്റുള്ള ബിസിനസ്സുകാരും എല്ലാം വന്ന്, പിന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരും വലിയ ബിസിനസ്സുകാരായിട്ട് ഗ്രോ ചെയ്യും. പുതിയ ബിസിനസ്സുകൾ ഇവിടെ ഉണ്ടാകും ഡെഫിനറ്റ്ലി. സോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യാനുള്ള വർക്കുകളുടെ എണ്ണം കണ്ടമാനം കൂടും. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ എണ്ണം തികയാതെ വരും. ഇപ്പൊ തന്നെ അങ്ങനെ തന്നെയാണ് കുറെയൊക്കെ. അപ്പം എന്താണെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനും നല്ല സ്കോപ്പ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത്തരം പ്ലാൻ ഉള്ളവർ നിങ്ങൾ ആർട്ടിക്കൽ ട്രെയിനിങ് പീരീഡിൽ തന്നെ ആ ടാർഗറ്റിൽ വേണം പോവാൻ. അപ്പം നിങ്ങൾ ഒരു ഓഫീസ് സെറ്റപ്പിലോട്ട് പോകുമ്പോഴും നിങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന രീതികൾ നല്ലതാണ്.
അപ്പോൾ നമ്മൾ പഴയ ബുക്കുകളൊന്നും കളയാതെ സൂക്ഷിക്കും. ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ഒക്കെ ആണെങ്കിൽ എല്ലാവരും വർഷം 10, 20, 30 വർഷം പഴയ ബുക്കുകളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിൽ അങ്ങനെയാണ്. യെസ്. അപ്പം പഠിക്കുന്നതിന്റെ രീതി വളരെ പ്രധാനമാണ് കേട്ടോ. ഈ എക്സാം പാസ്സാകുന്നതിനകത്ത് നിങ്ങൾ പഠിക്കുന്നതിന്റെ അപ്രോച്ചും സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കൊണ്ടുപോകുന്നു. അല്ല, ചില ആൾക്കാർ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, പക്ഷെ റിസൾട്ട് കിട്ടത്തില്ല. അതിന്റെ കാരണം ഇതാണ്, അവരുടെ പഠിത്തം ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കത്തില്ല. നമ്മൾ പഠിക്കുന്നതിനെ സിസ്റ്റമാറ്റിക് ആക്കിയാൽ മതി പാസ്സാകാൻ. യെസ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തല്ലോ. ഇപ്പൊ തന്നെ കമ്പനി അക്കൗണ്ട്സിൽ ചില പ്രോബ്ലം ചെയ്തു. അതിനകത്ത് ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ മനസ്സിൽ ഹൈലൈറ്റഡ് ആയിട്ട് കിടക്കണം. നമ്മളൊരു വലിയ പ്രോബ്ലം ചെയ്തിരുന്നു, ഒരു ഫുഡ് ഐറ്റം മേടിക്കുന്ന അങ്ങനെ അത്. അപ്പം ഓരോ പ്രോബ്ലത്തിനകത്തും ഉള്ള പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം. നിങ്ങളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വന്ന കൺഫ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത് അതങ്ങനെ എഴുതി വെക്കാം നിങ്ങൾക്ക്. പിന്നെ വേറെ ഏതൊരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഇതുപോലെ കണ്ടല്ലോ, ഷെയർ ക്യാപിറ്റലിന്റെ അല്ല ട്രയൽ നമ്മൾ കൂട്ടിയൊക്കെ നോക്കിയ പ്രോബ്ലം, ഒരു 5000 രൂപ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്തതിലെ ക്യാപിറ്റൽ റിസർവിലോട്ട് വിടാതെ ഷെയർ ക്യാപിറ്റൽ ഇട്ടു. അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റിന്റെ ബ്രാക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയിടാം, ദിസ് ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് ദർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അത് റെഫറൻസിന് ഭയങ്കര എളുപ്പമാണത്. യെസ്. കാരണം ഒരു 2-3-4 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു ടച്ചിൽ നിന്ന് പോയി കാണും. അന്നേരം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അതിനെ നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇത്തരത്തിൽ നമ്മൾ അതിനെ എഴുതി വെക്കുന്നതൊക്കെ വളരെ ബെനിഫിഷ്യലാണ്. ഓക്കെ, അപ്പൊ ഇതിലോട്ട് തിരിച്ചു വരിക. ഇത് നമ്മളെ കുറച്ച് സ്ലോയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടേണ്ട ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് സ്റ്റേറ്റ് സിലബസുകാരെ കോമേഴ്സുകാർ ഇത് പഠിച്ചിട്ടില്ല, പിന്നെ സയൻസുകാർക്ക് ഇത് അറിയില്ല. ഡിഗ്രിയിലുള്ളവർ പഠിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടുവിലുള്ളവർ പഠിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്ലസ് ടുവിലുള്ളവർ ഐ തിങ്ക് ഡയറക്റ്റ് മെത്തേഡ് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഡിഗ്രിയിലുള്ളവർ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോൺസെപ്റ്റ് വൈസ് ആയിട്ട് അത്ര സ്ട്രോങ് ആയിരിക്കണം എന്നില്ല. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കാം ഈ ചാപ്റ്റർ. ബിക്കോസ് ഈ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ട് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ബുദ്ധി വികസിക്കുന്നതിനും ഒക്കെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. യെസ്. അപ്പൊ ഇതിനകത്ത് 4 പ്രധാന ഏരിയ ആണെന്നുള്ള ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടെ വായിക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ, ദെൻ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ത്, അതിനെ വേർതിരിക്കുന്ന ഡിഫറൻഷിയേറ്റ് ദാറ്റ്, ദെൻ ക്യാഷ്, ക്യാഷ് ഈക്വലൻസ്, ഈ ടേംസ് എന്താണ്, then prepare the cash flow statement both by direct method as well as by indirect method. These are the contents of this chapter. അതിനാണ് ഇവിടെ ഒരു സ്ക്വയർ ഇതിനകത്ത് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്യും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ഇതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവും. Now, ഈ ഇൻട്രഡക്ഷൻ നമുക്കൊന്ന് വായിക്കാം. ഇപ്പൊ ഞാൻ അതിന്റെ ബേസിക് ഇൻട്രഡക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ICA എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് ഫ്ലോസ് ഓഫ് an enterprise is useful in providing the users of financial statements with a basis to assess the ability of the enterprise to generate cash and cash equivalents and the needs of the enterprise to utilize those cash flows. അപ്പം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് ഫ്ലോസ് ഓഫ് ദി എൻറ്റിറ്റി ഈസ് വെരി യൂസ്ഫുൾ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. ഒരു സ്ഥാപനത്തിലോട്ട് വന്ന ക്യാഷ്, അവിടെ നിന്ന് പുറത്തോട്ട് പോയ ക്യാഷ്. ഇതെന്തിനാണ് മറ്റുള്ളവർ അറിയുന്നത്? യെസ്, ഡെഫിനറ്റ്ലി. Information about cash flows of an enterprise is useful in providing the users of the financial statement with a basis to assess ability of the enterprise to generate cash and cash equivalents. കണ്ടോ, ഈ സ്ഥാപനത്തിന് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ എമൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. അല്ല, ഒരുപാട് ക്യാഷ് വരുന്നുണ്ട്, പല പല ആക്ടിവിറ്റീസ് വഴി, എസ്പെഷ്യലി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വഴി ക്യാഷ് വരുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ വിജയമാണ് സ്ഥാപനത്തിൻ്റെ. Ability of the enterprise to generate cash and cash equivalents and the needs of the enterprise to utilize those cash flows. ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഈ വന്ന ക്യാഷുകൾ അവർ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഈ സ്റ്റേറ്റ്മെന്റ് വഴി കിട്ടും. The economic decisions that are taken by users
require an evaluation of the ability of the enterprise to generate cash and cash equivalents and the timing and certainty of their generation. അപ്പം ഒരു സ്ഥാപനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യണോ എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു കാര്യവും കൂടെ വിലയിരുത്താൻ പറ്റുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ആ സ്ഥാപനത്തിന് ക്യാഷ് എങ്ങനെയൊക്കെ വരുന്നു, ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് വഴികളുണ്ട്. പക്ഷെ അത് ലോൺ വഴിയൊക്കെയാണ് ജനറേറ്റ് ചെയ്തെങ്കിൽ വലിയ വിജയമാണോ? അത് അല്ല. അപ്പം ഇതിൽ ഏത് ആക്ടിവിറ്റി വഴി ക്യാഷ് ഫ്ലോ വരുന്നതാണ് കൂടുതൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത്? രാഹുൽ ഇപ്പൊ പറഞ്ഞതിന് ഏത് തോന്നുന്നു? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്, ഇൻവെസ്റ്റിംഗ് ആണോ, ഫൈനാൻസിംഗ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വഴി ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ വിജയം. അത്രയും ഒന്നും ഇല്ല മറ്റൊന്ന്. ഇപ്പം നമ്മള് ഒരാളുടെ കയ്യിൽ ക്യാഷ് 10 ലക്ഷം കിട്ടി, മറ്റൊരാളുടെ കയ്യിൽ 15 ലക്ഷം ക്യാഷ് കിട്ടി. ആദ്യം പറഞ്ഞ ആളുടെ ക്യാഷ് കിട്ടിയത് അയാൾ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയ ക്യാഷാണത്, ബിസിനസ്സിലെ കച്ചവടം വഴി. മറ്റേയാൾ 15 ലക്ഷത്തിൽ 14 ലക്ഷം ലോൺ ആയിട്ട് എടുത്തതും 1 ലക്ഷം ബിസിനസ്സിൽ നിന്ന് നേടിയതും. ആദ്യത്തെ ആളാണ് ബെറ്റർ പെർഫോമൻസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വഴി കൂടുതൽ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് എൻറ്റിറ്റി ഈസ് ഡൂയിങ് ദ ബിസിനസ് ഇൻ എ ഗുഡ് വേ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്ത് അടുത്ത് വീണ്ടും പറയുന്നത്. അപ്പം ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് AS3 ആണെന്ന് ഒന്നുകൂടെ മനസ്സിൽ ഓർക്കുക. ദ സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് historical changes in cash and cash equivalents of the enterprise by means of cash flow statement, which classifies cash flows during the period as operating, investing and financial activity. അപ്പോൾ ഇത്രേ ഉള്ളൂ. AS3 ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ. ക്യാഷിനും ക്യാഷ് ഈക്വലന്റിനും എന്തെല്ലാം ചേഞ്ചസ് വന്നു, അതിൽ എത്ര ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വഴി വന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി വഴി വന്നു, ഫൈനാൻസിങ് ആക്ടിവിറ്റി വഴി വന്നു എന്നുള്ളതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇൻഫർമേഷൻ ഓൾസോ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു യൂസേഴ്സ് ഫോർ ദി ഇൻഫോംഡ് ജഡ്ജ്മെന്റ്സ്. This statement provides relevant information in assessing companies' liquidity. A new, very important word. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. This statement, that means this cash flow statement, provides relevant information in assessing or judging companies' liquidity, quality of earnings and solvency. Liquidity എന്നുള്ള വേർഡിന്റെ മീനിങ് എബിലിറ്റി ടു പേ ഷോർട്ട് ടേം കമ്മിറ്റ്മെന്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ല, നമ്മൾക്ക് ഷോർട്ട് പീരീഡിൽ പേ ചെയ്യേണ്ട എമൗണ്ട് ഉണ്ട്. യു കനോട്ട് പോസ്റ്റ്പോൺ ദാറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് ബിക്കോസ് അതൊരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പം ഒരു സ്ഥാപനത്തിനകത്ത് എംപ്ലോയീസ് ഉണ്ട്, അവർക്കെല്ലാം മാസാവസാനം സാലറി കൊടുക്കണ്ടേ? അവരോടെല്ലാം പറയുന്നു 2 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും സാലറി തരാം. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓൺലി ഇൻ വെരി റയർ കേസ് ഓൺലി ഇറ്റ് ഈസ് പോസിബിൾ. അവർ എഗ്രി ചെയ്താൽ മാത്രം. വേറെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ എഗ്രി ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പൊ പല എമൗണ്ടുകളും നമ്മൾ പെട്ടെന്ന് അടയ്ക്കേണ്ടതുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതേപോലെ ചെറിയ ഷോർട്ട് പീരീഡിൽ അടച്ചു തീർക്കേണ്ട ലോൺ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയും. അപ്പം ഇതൊന്നും നമ്മൾക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ സോൾവൻസി അത് ബാധിക്കും. സോൾവൻസിയെ ബാധിച്ച ഈ സ്ഥാപനം ചിലപ്പോൾ ഇൻസോൾവെന്റ് ആയിപ്പോകും. ഇഫ് എൻ എൻറ്റിറ്റീസ് liabilities are greater than assets of that entity, you can say that that entity is insolvent. അപ്പൊ അങ്ങനെ ഇൻസോൾവെന്റ് ആയിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻറ്റിറ്റിയുടെ കാര്യം തീർന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ളവർ ഇതിലോട്ടൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഏതിൽ നിന്ന്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് very relevant information in judging companies' liquidity, or in other words, companies' ability to meet short-term or short period commitments. Similarly, quality of earnings and how its solvency will be. ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുന്നതിന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. യെസ്, സോ സിംപ്ലി ഒരു ചാർട്ട് പോലെ ഇവിടെ തന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഫൗണ്ടേഷനകത്ത് പഠിക്കുന്നുണ്ട് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഏകദേശം അത് തന്നെയാണിത്. എക്സാക്ട്ലി അതല്ലതാണ് റെസീറ്റ്സ് ആൻഡ് പേ. അതുപോലെ ക്യാഷ് ബുക്ക്. നമുക്കറിയാം ക്യാഷ് ബുക്കിനകത്ത് പ്യുവർ ക്യാഷ് ബാലൻസ് മാത്രമേ ക്യാഷ് കോളത്തിൽ വരത്തുള്ളൂ. അതുപോലെ പിന്നെ ബാങ്ക് കോളം. ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്നുള്ള ഐറ്റം ഉള്ളത് കൊണ്ട് ചെറിയ വ്യത്യാസം അതുമായിട്ട് വരാം. അതുപോലെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഏകദേശം ഇത്. പക്ഷെ ഇതിനകത്ത് ഇതിനെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്തോ ക്യാഷ് ബുക്കിനകത്തോ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിംഗ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇല്ല. അതർവൈസ് there will be a lot of similarity between these two, cash flow statement and cash book, or cash flow statement and
receipts and payment account. Now, ഇത്ര മനസ്സിലായത് എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്നൊന്ന് നോക്കാം. Cash flow statement provides information about change in cash and cash equivalents of the enterprise. Change. അല്ലെ, നമ്മൾ ചേഞ്ചുകൾ നമ്മൾ എപ്പോഴും അസസ് ചെയ്യാറുണ്ടാവില്ല എല്ലാ രംഗങ്ങളിലും, അല്ലെ? നിങ്ങൾ ഒരു വർഷം പഠിക്കുന്നു, ഒരു പഠിത്തത്തിന് ജോയിൻ ചെയ്തു, കുറെ നാൾ കഴിഞ്ഞിട്ട് അന്നുണ്ടായിരുന്ന നിങ്ങളുടെ നോളജും ഇപ്പോഴുള്ളത് എങ്ങനെ, അങ്ങനെ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. അതേപോലെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസിന്റെ ആസ്തി എത്ര, കുറെ വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കമ്പയർ, അന്നുണ്ടായിരുന്ന ഇപ്പോഴുള്ളതും തമ്മിലുള്ള വ്യത്യാസം എത്ര. അപ്പൊ ഇത്തരത്തിലുള്ള ചേഞ്ചസ് അറിയുന്നതിന് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെ, നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ആളുകൾ കാണണം, കമന്റ്സ് ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോക്കും എത്ര പേര് അതിനകത്ത് അഡീഷണൽ ആയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം, വ്യൂവേഴ്സിന്റെ എണ്ണം കൂടി വരുന്നുണ്ടോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോന്നിനകത്തും ചേഞ്ചസ് അറിയാൻ ഉള്ള താല്പര്യം കാണും. So cash flow statement provides information about change in cash and cash equivalents of the enterprise. That means ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തിന്റെ ബിഗിനിങ്ങും ആ വർഷത്തിന്റെ എൻഡും തമ്മിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ എത്രത്തോളം ഇൻക്രീസ് ഓർ ഡിക്രീസ് വന്നു എന്നുള്ളത് ആ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. ഇനി ഇറ്റ് ഐഡന്റിഫൈസ് ക്യാഷ് ജനറേറ്റ് ഫ്രം ട്രേഡിംഗ് ഓപ്പറേഷൻസ്. സോ ഒരു ബിസിനസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് അവരുടെ ട്രേഡിംഗ് ഓപ്പറേഷൻസ്. ഇതിനകത്ത് നമ്മൾ അതിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഹൗ മച്ച് ക്യാഷ് ജനറേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് യുവർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിനെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. യെസ്, കാരണം ഇൻവെസ്റ്റിംഗിൽ നിന്നും ഫിനാൻസിങ്ങിൽ നിന്നും ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന വലിയ കഴിവല്ല. ഓപ്പറേറ്റിംഗിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, ബിസിനസ് വെരി സക്സസ്ഫുൾ എന്നുള്ളതിന് ഇൻഡിക്കേഷൻ ആണ്. വളരെ ഹ്യൂജ് പോസിറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, അപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, അതിൽ നിന്ന് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഐഡന്റിഫൈസ് cash generated from trading operations. Then C, the operating cash surplus which can be applied for investment in fixed assets. നമ്മൾക്ക് ഓപ്പറേഷൻ വഴി കിട്ടിയ ഈ എക്സ്ട്രാ ക്യാഷ്, അല്ല, നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ക്യാഷ് നമുക്ക് വേണം. ബട്ട് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ വഴി നമ്മൾക്ക് കിട്ടിയ ക്യാഷിനകത്ത് എക്സസ് വന്നത്, അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഏതൊരാളാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണം, ഒരാൾ ജോലി ചെയ്യുന്നു, അയാൾ കുറെ ഓരോ മാസത്തെ ശമ്പളത്തിൽ മിച്ചം വരുന്നതിന് അയാൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഓപ്പറേറ്റിംഗ് ക്യാഷിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടിൽ നമുക്ക് വേണ്ടതിൽ കൂടുതൽ അതിൽ കിട്ടുമ്പോൾ അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദി ഓപ്പറേറ്റിംഗ് ക്യാഷ് സർപ്ലസ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് എക്സെട്ര, or you can buy the shares or debentures of another company. So it's an investment opportunity. Then portion of cash from operations is used to pay dividend and a tax. Another thing, if you are a company, you have to pay dividend. Then only your company will grow. അല്ലെ, ഒരു കമ്പനിക്ക് ലാഭവിഹിതം കൊടുത്തെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എത്രത്തോളം ക്യാഷ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു, പോർഷൻ ഓഫ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു പേ. അപ്പൊ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇത്ര, അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടാക്സ് പേയ്മെന്റ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ കൃത്യമായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണാം. ആൻഡ് അതർ പോർഷൻ ഓഫ് പ്ലബ്ഡ് ബാക്ക്, ദാറ്റ് മീൻസ് പ്ലവിംഗ് ബാക്ക് എ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ അമിതമായിട്ട് ഡിവിഡൻഡ് ആയിട്ട് പുറത്തോട്ട് വിടാതെ വീണ്ടും ഇതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലവിംഗ് ബാക്ക് എ പ്രോഫിറ്റ്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ അറിയാം, എത്രത്തോളം അവിടെ തന്നെ തിരിച്ചിട്ടു, റീഇൻവെസ്റ്റ് ചെയ്തു. ദെൻ വെരി യൂസ്ഫുൾ ടൂൾ ഫോർ പ്ലാനിങ് ആസ് വെൽ. യെസ്, അപ്പൊ നമുക്ക് ക്യാഷ് എങ്ങനെയൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് തന്നെ ഫ്യൂച്ചറിലോട്ടുള്ള ക്യാഷ് പ്ലാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റ് പ്ലാനിങ്ങുകൾക്കും ക്യാഷ് ഇത്രയൊക്കെ ഉണ്ടല്ലോ, മറ്റ് പ്ലാനിങ്ങുകൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. പർപ്പസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ടു എക്സ്പ്ലെയിൻ ദ ക്യാഷ് മൂവ്മെന്റ്സ് ബിറ്റ്വീൻ 2 points ഓഫ് ടൈം. ഇവിടെ ക്യാഷ് വരുന്നു പോകുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന അതിന് തന്നെയാണ്, ജസ്റ്റ് ടു എക്സ്പ്ലെയിൻ ക്യാഷ് മൂവ്മെന്റ്സ് ബിറ്റ്വീൻ 2 points ഓഫ് ടൈം. ഇനി അവിടെ 2-3 ഇത് കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ് ക്യാഷ് വരുന്നതിന്റെ സോഴ്സ്? വാട്ട് ആർ ദി വേരിയസ് സോഴ്സസ് ഓഫ് ജനറേറ്റിംഗ് ക്യാഷ്? ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് റേസിംഗ് ലോങ് ടേം ലോൺ. ഇതെന്ത് ആക്ടിവിറ്റി ആയിരിക്കും? ശ്യാം കൃഷ്ണൻ, ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് റേസിംഗ്
long-term loan. This is which activity? Tell me. Shyam Krishnan. Issue of shares and debentures and raising long-term loan. Jasil Mohammed. Which activity? It is investing, operating, or financing? Financing. Correct. Financing. Jasil state syllabus പഠിച്ച ആളല്ലേ? Oh. Okay. അതിനകത്ത് ക്യാഷ് ഫ്ലോ ഇല്ലായിരുന്നല്ലോ? ഇല്ല. ഓക്കെ, അപ്പം ഇപ്പൊ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയണം. യെസ്, അപ്പം ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിക്ക് ഫൈനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പണം വേണം ബിസിനസ് ചെയ്യുന്നതിന്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് കടപ്പത്രം. അതുപോലെ ലോങ് പീരീഡിലോട്ടുള്ള നമ്മൾ കുറെ നാളുകൊണ്ട് മാത്രം തിരിച്ചടച്ചാൽ മതിയാകുന്ന ലോൺ എടുക്കുന്നു, ലോങ് ടേം ലോൺ. ഓൾ ദീസ് ആർ വിത്ത് ദ പർപ്പസ് ഓഫ് റേസിംഗ് ഫണ്ട്. യെസ്, സോ ഇറ്റ് ഈസ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഫൈനാൻസ് റേസ് ചെയ്യുന്നതാണ്. ഫൈനാൻസ് വരികയും പോവുകയും ചെയ്യുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. പിന്നെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അതർ ഫിക്സഡ് അസറ്റ്സ്. ശ്യാം കൃഷ്ണൻ, ഇതെന്ത് ആക്ടിവിറ്റിയാണ്? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അതർ ഫിക്സഡ് അസറ്റ്സ്. Shyam Krishnan, what activity this is? Arvind. Sale of investment and other fixed assets. Which activity? Operating, investing, or financing? Financing ആകുന്നത് എങ്ങനെയാ? നമ്മളിൽ ഇരിക്കുന്ന അസറ്റ് വിൽക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. അസറ്റ് മേടിക്കുന്ന എന്ത് ആക്ടിവിറ്റിയാണ് അത് പറയൂ. അസറ്റ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന വിച്ച് ആക്ടിവിറ്റി? ഇൻവെസ്റ്റിംഗ്. അപ്പൊ അസറ്റ് വിൽക്കുന്നോ? ഇൻവെസ്റ്റിംഗ് തന്നെ. മനസ്സിലായില്ലേ? ഒന്ന് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ. അസറ്റ് മേടിക്കുന്ന ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ ആണെങ്കിൽ അസറ്റ് വിറ്റ് കാശ് കിട്ടുന്ന ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഇൻഫ്ലോ ആയിട്ട് തന്നെ വേണം കണക്കാക്കാൻ. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ മേടിക്കുന്നു, ഡിബഞ്ചർ മേടിക്കുന്നു, അതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ. അതിനെ വിറ്റ് കഴിഞ്ഞ് ക്യാഷ് കിട്ടുമ്പോഴാണ് അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഇൻഫ്ലോ. അപ്പൊ അത് ആൾക്കാർക്ക് തെറ്റിപ്പോരുത് കേട്ടോ. യെസ്, സോ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ, ഫിക്സഡ് അസറ്റ് സെയിൽ, investment purchase, fixed asset purchase, all these are investing activity, inflow or outflow. Then cash from operations, that is operating activity, net operating profit ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് application of cash, redemption of preference share and debentures and repayment of long-term loan. Which activity? Shyam Krishnan. Jiva Susan. Redemption of preference share and redemption of debenture, repayment of loan. Which activity? Jiva Susan. Operating, investing or financing? Jiva, can you hear? Paranjo. Financing. Correct. Financing activity. Kando application ആണ് പറയുക. Application of cash എന്ന് പറയുക ക്യാഷിനെ ഉപയോഗിക്കുക. സോ ഫൈനാൻസിങ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ പ്രിഫറൻസ് ഷെയറിനെ ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചറിനെ ഇഷ്യൂ ചെയ്യുന്നു, ലോൺ എടുക്കുന്നു, അതൊക്കെ ഫൈനാൻസിങ് ആക്ടിവിറ്റി ഇൻഫ്ലോ ആണ്. ഇനി ഇതെല്ലാം തിരിച്ചടയ്ക്കുകയോ റെഡീം ചെയ്യുകയോ ചെയ്യുന്ന ഫൈനാൻസിങ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അതർ ഫിക്സഡ് അസെറ്റ്സ്. അഞ്ജിത. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ഓർ ഫൈനാൻസിങ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ പേയ്മെന്റ് ഓഫ് ടാക്സ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് കാണിക്കുന്നത്. നമ്മൾ ഫോർമാറ്റ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ശ്യാം കൃഷ്ണൻ. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് വിച്ച് ആക്ടിവിറ്റി? ആതിര ഗോപകുമാർ. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് വിച്ച് ആക്ടിവിറ്റി? പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ആതിര. Operating, investing or financing? Payment of dividend. Financing activity outflow. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റി ഇൻഫ്ലോ ആണല്ലോ. ഷെയർ ഇഷ്യൂ ചെയ്തതിന്റെ പുറകെ പിന്നീട് അഡീഷണലി കൊടുക്കേണ്ടി വരുന്നതാണ്, ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരുന്നതാണ് ഡിവിഡൻഡ്. സോ ഡിവിഡൻഡ് പെയ്ഡ് ഈസ് എ ഫൈനാൻസിങ് ആക്ടിവിറ്റി ഔട്ട്ഫ്ലോ. അതുപോലെ ലോസ് ഓൺ ഓപ്പറേഷൻ, അതിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെടുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നോട്ട്
ക്യാഷ് ഇൻക്ലൂഡ്സ് ബാങ്ക് അക്കൗണ്ട് ഓൾസോ. കണ്ടോ, ഇവിടെ നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്നുള്ള ഒരു വേർഡിലോട്ട് വരികയാണ്. അപ്പം ക്യാഷ് ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഇൻക്ലൂഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്ന, എനി ഐഡിയ വാട്ട് ഈസ് എ ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് എ ബാങ്ക്? എന്താണ് അതിന്റെ അർത്ഥം? ആ വേർഡിൽ തന്നെ മീനിങ് ഉണ്ട്. എന്തായിരിക്കും ഡിമാൻഡ് ഡെപ്പോസിറ്റ്? ജസ്ന. ആവശ്യം വരുമ്പോ നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ അപ്പോഴേ അവർ എടുത്തു തരണം. അപ്പൊ അത് ക്യാഷിന് തുല്യമാണോ അല്ലയോ? ആണ്. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അതിനെ ക്യാഷ് ആയിട്ടാണ് ഈ പർപ്പസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്യാഷ് ആയിട്ടാണ്. ക്യാഷ് ഇൻക്ലൂഡ്സ് ക്യാഷ് ആസ് വെൽ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഇൻക്രീസ് ഇൻ ക്യാഷ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ഇസ് പുട്ട് ഇൻ ദി ആപ്ലിക്കേഷൻസ് ആൻഡ് സോഴ്സ്. അപ്പം ക്യാഷ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് അതിനെ എടുക്കും, ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ, just to balance the cash flow statement. At this juncture, you may note that change in all balance sheet items are to be taken into consideration separately in cash flow statement for explaining movement of cash. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ ചില ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചില ഐഡിയാസ് പിടികിട്ടും. അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലോട്ട് വേണ്ട ഇൻഫർമേഷൻ കിട്ടും. മീര ആർ നായർ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുക. 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുകയാണ് ഒരു സ്ഥാപനത്തിന്റെ, ലാസ്റ്റ് ഇയറിലേതും കറണ്ട് ഇയറിലേതും. ലാസ്റ്റ് ഇയറിൽ 5 lakhന്റെ ലാൻഡ് ഉണ്ട്, കറണ്ട് ഇയറിൽ 10 lakhന്റെ ലാൻഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞത് ബാലൻസ് ഷീറ്റാണ്. നിങ്ങൾ ഈ വർഷം ലാൻഡ് ബൈ ചെയ്തോ സെൽ ചെയ്തോ? പറയൂ. ലാൻഡ് ബൈ ചെയ്തു. എത്ര റുപ്പീസിന്? 5 lakh rupees. 5 lakh. അത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ. ഓപ്പറേറ്റിംഗ് ആണോ, ഇൻവെസ്റ്റിംഗ് ആണോ, ഫൈനാൻസിംഗ് ആണോ? ഇൻവെസ്റ്റിംഗ്. ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്ന ഒരു രീതി. അപ്പൊ ബാലൻസ് ഷീറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് 2 കോളമായിട്ട് തന്നിരിക്കും. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. You may note that changes in all balance sheet items are to be taken into consideration separately in cash flow statement for explaining the movement of cash. That we will discuss later on in detail. ഇനി അടുത്ത ഇതിന്റെ ടോപ്പിക്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ AS3 കൂടെ പഠിച്ചു പോവുകയാണ് കേട്ടോ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ഒരു AS ആണ് താനും. അറ്റ് ദ സെയിം ടൈം ഒരു ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ആയിട്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്ററുമാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ AS ആസ്പെക്റ്റുകൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറില്ല. അപ്പം പക്ഷെ നമുക്ക് ഇതിനകത്ത് അങ്ങനെ പോരാ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം പഠിച്ചു വേണം പോകാൻ. എലമെന്റ്സ് ഓഫ് ക്യാഷ് ആസ് പെർ AS3 ഇഷ്യൂഡ് ബൈ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ക്യാഷ് ഇൻക്ലൂഡ്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഇവിടെ നമ്മൾ ഇതുവരെ ക്യാഷ് എന്നുള്ളതിനകത്ത് അല്ലെ, നമ്മളുടെ കയ്യിലോട്ട് വരികയും പോവുകയും ചെയ്യുന്ന രൂപയായിട്ട് എണ്ണ, അതിനെ മാത്രമേ നമ്മൾ ക്യാഷ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പർപ്പസിൽ ഓർ AS3യുടെ പർപ്പസിന് ക്യാഷ് മീൻസ് or cash include both cash in hand as well as demand deposit with the bank. Demand deposit with the bank means whenever you demand that amount, bank is duty bound to repay that amount immediately. അത്തരത്തിലുള്ള deposits, that is what is demand deposits. So by cash in hand demand deposit with the bank രണ്ടിനെയും ക്യാഷ് എന്ന് തന്നെയാണ് ഇതിനകത്ത് വിളിക്കുന്നത്. ഇനി അതിൽ അല്പം കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേമാണ് ക്യാഷ് ഈക്വലൻസ്. ഇത് നമ്മൾ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ തൊട്ട് പഠിച്ച ഒരു ടേമാണ്. Now we can understand the full meaning of what is this cash equivalence. ആ വാക്കിൽ അതിന്റെ മീനിങ് ഉണ്ട്. എന്തായിരിക്കും ക്യാഷ് ഈക്വലൻസ് എന്നുള്ളത്? മലയാളത്തിൽ പറഞ്ഞാൽ ക്യാഷിന് തുല്യമായിട്ടുള്ളത്. അതാണ്. ക്യാഷ് അല്ലെങ്കിലും ക്യാഷിന് തുല്യമായി നമുക്ക് കണക്കാക്കാവുന്ന പലതും. അല്ലെ, നമ്മുടെ വീട്ടിലും ഇങ്ങനത്തെ പല ഐറ്റംസും കാണാം. ഇപ്പൊ വീട്ടിലെ ലാൻഡ് ക്യാഷിന് തുല്യം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിനെ ക്യാഷ് ആക്കി, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലാൻഡ് കിടപ്പുണ്ട്, അത് ക്യാഷ് ആയിട്ട് മാറണമെങ്കിൽ പല പ്രോസസ്സും പ്രൊസീജിയറും ഉണ്ട്. അതാണ്. ഇനി എന്താണ് ഈ ക്യാഷ് ഈക്വലൻസ് എന്ന് നോക്കിക്കളയാം. ഇതിനകത്ത് 2-3-4 പോയിന്റ്സ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, അതിന്റെ കമ്പോണൻസ്. പിന്നെ ഈ ക്യാഷ് ഈക്വലൻസ് എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനാണ് ഈ നമുക്ക് ഈ ക്യാഷ് ഈക്വലൻസ്, വാട്ട് ഇസ് ദ പർപ്പസ് ബിഹൈൻഡ് ദാറ്റ്. പിന്നെ അതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. 3 പോയിന്റ്സ് ആണ് ക്യാഷ് ഈക്വലന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വൺ ഈസ് what you mean by cash equivalent or components of cash equivalent, and what is the objective of keeping that cash equivalent, and one example related to that.
നോക്കുക, ഷോർട്ട് ടേം, ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ടേം ആയിരിക്കണം. നമ്മുടെ കറണ്ട് അസറ്റ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. എന്നാൽ കറണ്ട് അസറ്റിനേക്കാളും ഷോർട്ട് ടേം ആണ്. നോക്കാം, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 12 months പീരീഡ് ആണ് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്നത്. 3-4 ക്രൈറ്റീരിയയിൽ വന്ന പീരീഡ് വെച്ച് പറഞ്ഞിരിക്കുന്നത് 12 months ആണ്. ഷോർട്ട് ടേം, ഹൈലി ലിക്വിഡ്. ലിക്വിഡിറ്റിയെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അബിലിറ്റി ടു പേ ഷോർട്ട് ടേം കമ്മിറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ആക്കി അതിനെ മാറ്റാം. അത്രയും ലിക്വിഡ് ആണത്. ഹൈലി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യുവർ ക്യാഷ് ആയിട്ടല്ല അത് എന്നുള്ളത് നമുക്കറിയാം. പ്യുവർ ക്യാഷ് ആണ് മേളിൽ പോകും. ക്യാഷ് എന്നുള്ള ക്യാഷ് ആൻഡ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക് ആണെങ്കിൽ ക്യാഷ് ആണ്. ക്യാഷ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ 2 ഐറ്റം അല്ല, എന്നാൽ ക്യാഷിന് തുല്യമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഐറ്റമാണ് ക്യാഷ് ഈക്വലൻസ്. ഷോർട്ട് ടേം ആയിരിക്കണം, ഹൈലി ലിക്വിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വലിയ തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നതായിരിക്കരുത്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാൻ. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈ വരുന്ന പൈസ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാറുണ്ട്, കുറച്ച് ബാങ്കിൽ കൊണ്ടിടാറുണ്ട്, പിന്നെ ചിലപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഹൈലി ലിക്വിഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇൻകം ഏൺ ചെയ്യാന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സേഫ്റ്റി ആണ്, എന്നാലും എല്ലാം കൂടെ ഒരിടത്ത് വെക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ക്യാഷ് ആയിട്ട് വെച്ചു, കുറച്ച് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ബാങ്ക് വെച്ചു, കുറച്ച് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് കൊണ്ട് എന്തെങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അത് ഹൈലി ലിക്വിഡ് ആയിരിക്കണം, എപ്പോൾ വേണമെങ്കിലും ക്യാഷ് ആയിട്ട് മാറ്റാവുന്നതായിരിക്കണം. then only it can be treated as cash equivalent. So short term highly liquid investment that are readily convertible into non amount of cash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസിലി നമ്മുടെ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നത്, വിച്ച് ആർ സബ്ജക്ട് ടു ആൻ ഇൻസിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് ചേഞ്ച് ഇൻ ഇറ്റ്സ് വാല്യൂ. ദാറ്റ് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ്, ഈ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നമ്മൾ കാണാറുണ്ട്. ഇപ്പം വലിയ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. ഇപ്പം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊന്നും ക്യാഷ് ഈക്വലൻസ് അല്ല, എങ്കിലും അതിന്റെയൊക്കെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ഏത് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ വാല്യൂ മാറും. വാല്യൂ മാറാത്ത ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാം, പക്ഷെ പൊതുവെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എല്ലാം വാല്യൂ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. കാര്യമായ വേരിയേഷൻ അങ്ങനെ വരുന്നതായിരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഈക്വലൻസ്. സോ ക്യാഷ് ഈക്വലൻസ് ആർ ഷോർട്ട് ടേം highly liquid investment that are readily convertible into non-amount of cash and which are subject to insignificant risk of change in value. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ അതിന്റെ വാല്യൂ ചേഞ്ച് ആവും, പക്ഷെ വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വാല്യൂ ചേഞ്ച് വരാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ അഥവാ ചേഞ്ച് വരുന്നുണ്ടെങ്കിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ ഓക്കെ, സ്റ്റിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ക്യാഷ് ഈക്വലന്റ്. ഇനി securities with a short term maturity period of say 3 months or less from the date of acquisition, അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ കറണ്ട് അസറ്റിന് 12 months പറഞ്ഞെങ്കിലും ഇവിടെ 3 months or less നുള്ളിൽ നമ്മൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഷോർട്ട് ടേം, സോ ദാറ്റ് ഈസ് എ ഷോർട്ട് ടേം ഫോർ ദിസ് പർപ്പസ്. അല്ല 12 months അല്ല, 3 months or less, അതിനുള്ളിൽ തന്നെ അത് ക്യാഷ് ആക്കി എടുക്കാൻ പറ്റണം. സെക്യൂരിറ്റീസ് വിത്ത് ഷോർട്ട് ടേം പീരീഡ് സേ 3 months or less from the date of acquisition. അപ്പം നമ്മൾ സെക്യൂരിറ്റീസിനകത്തൊക്കെ ഡിബഞ്ചറിലോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ 3 മാസത്തിനകത്ത് അതിന്റെ പൈസ നമ്മുടെ കിട്ടുന്ന ടൈപ്പ് ആണെങ്കിൽ ഓക്കെ. അതായത് ഇപ്പൊ പ്രിഫറൻസ് ഷെയർ റിഡംഷന്റെ ഡേറ്റ് അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ ആഫ്റ്റർ 2 months, വിത്തിൻ 2 months അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ക്യാഷ് ഈക്വലന്റ് ആയിട്ട് കണക്കാക്കും. ബട്ട് സബ്ജക്ട് ടു സർട്ടൻ തിങ്സ്, അതിനകത്ത് റിഡംഷൻ ഫെയിലൂർ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടായിരിക്കണം. So this is the meaning of cash equivalent. ഇനി എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇപ്പൊ വായിച്ചതിൽ നിന്ന് മനസ്സിലായി നമുക്ക്. ഡിപ്ലോയ് ഫോർ എ ഷോർട്ട് പീരീഡ്, ഐഡിൽ ക്യാഷ് റിക്വയർഡ് ടു മീറ്റ് ഷോർട്ട് ടൈം ക്യാഷ് കമ്മിറ്റ്മെന്റ്സ്. കണ്ടപ്പം നമുക്ക് എല്ലാം കൂടെ ബാങ്കിൽ അല്ല, നിങ്ങൾക്കറിയാം ബാങ്കിൽ തന്നെ എല്ലാം ഒന്നും കൊണ്ടിടാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേറെ പല ഓപ്ഷൻസ് നോക്കേണ്ടി വരും. ഷോർട്ട് പീരീഡിലോട്ട് നമ്മളുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന ഐഡിൽ ക്യാഷ് ഷോർട്ട് ടൈം ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാണ്. 2-3 മാസത്തിനകത്ത് അത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതോ പേ ചെയ്യേണ്ടതാണ്. തൽക്കാലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി ഒരു സേഫ് ആയിട്ട് ഇടുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അവിടെ ഉള്ളൂ. ദാറ്റ് ഇസ് ദി ഒബ്ജക്റ്റീവ്. എക്സാമ്പിൾ, അക്വിസിഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഷോർട്ട്ലി ബിഫോർ ദ സ്പെസിഫൈഡ് റിഡംഷൻ ഡേറ്റ്. കേട്ടോ, ഞാൻ മുമ്പേ പറഞ്ഞു പ്രിഫറൻസ് ഷെയറും ഇതിനകത്ത് ക്യാഷ് ഈക്വലന്റ് ആകാം. 3 മാസത്തിനകത്ത് റിഡംഷൻ നടക്കുന്ന പ്രിഫറൻസ് ഷെയർ ആയിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ 3 months or ലെസ്സിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം പ്രിഫറൻസ് ഷെയർ 3 മാസം അതിനുള്ളിൽ തന്നെ റിഡീം ചെയ്യുന്നതാണ് എങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടും. അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ് ഷോർട്ട് മെച്ചൂരിറ്റി പീരീഡ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ല, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ക്യാഷ് എന്നുള്ള ഡെഫിനേഷൻ ആകും. അല്ലാത്ത ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഷോർട്ട് മെച്ചൂരിറ്റി പീരീഡ്.
3 മാസത്തിനകത്ത് 3 മാസത്തേക്കൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 90 ദിവസത്തേക്ക് 85 ദിവസത്തേക്ക് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നു. ഓക്കെ. Conclusion. Thus, cash flow statement deals with the flow of cash funds, but does not consider the movements among cash, bank balance payable on demand, and investment of excess cash and cash equivalents. See, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഉണ്ട്, കുറച്ച് പ്രിഫറൻസ് ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 2 മാസത്തിനകത്ത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾ കുറച്ച് ക്യാഷ് വെച്ചിട്ട് 2 മാസത്തിനകത്ത് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം കുറച്ചുകൂടെ ബൈ ചെയ്തു. അത് ഔട്ട്ഫ്ലോയോ ഇൻഫ്ലോയോ അതൊരു ഔട്ട്ഫ്ലോ ആയിട്ട് കണക്കാക്കുക, ഒരു ആക്ടിവിറ്റി അല്ലത്. അതായത് ക്യാഷിൽ നിന്ന് ക്യാഷ് ഈക്വലന്റിലോട്ടോ ക്യാഷ് ഈക്വലന്റിൽ നിന്ന് ക്യാഷ് ആയിട്ടോ മാറുന്നത് എന്തല്ല, ആക്ടിവിറ്റി അല്ല. അതാണ് പറയുന്നത്. Thus, cash flow statement deals with the flow of cash funds but does not consider the movement among cash, bank payable, bank balance payable on demand and investment of excess cash in cash. അപ്പം ക്യാഷിൽ നിന്ന് ക്യാഷ് ഈക്വലന്റിലോട്ടോ ക്യാഷ് ഈക്വലന്റിനെ മാറ്റി ക്യാഷ് ആക്കിയോ മാറ്റുകയോ ചെയ്യുന്ന എന്തല്ല, നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ഓർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമല്ല. അത് നമ്മൾ ഓർത്തിരുന്നോണം. എക്സാമ്പിൾസ് ആർ ക്യാഷ് വിഡ്രോൺ ഫ്രം കറണ്ട് അക്കൗണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ 60 days. ഇതൊന്നും നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ഓഫ് ദി എന്റർപ്രൈസ്. അത് നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം.